പലരും ചോദിക്കലുണ്ട് എങ്ങനത്തെ വണ്ടികൾ നമ്മൾ എടുക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫ്ലഡ് പല ലെവൽസ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു ലെവലുള്ള വണ്ടിയാണെങ്കിലും ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ റോഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പല വണ്ടികളും 2018 2019 കാലഘട്ടത്തിൽ ഫ്ലഡിൽ ഉണ്ടായിരുന്ന വണ്ടികളാണ്. അത് ഞാൻ പ്രൂവനായിട്ട് തെളിയിച്ചതാണ്. അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ആക്സിഡൻറ്റ്, അതായത് സ്ട്രക്ചറൽ ഡാമേജ് പറ്റിയ വണ്ടികളാണെങ്കിൽ നമ്മളത് എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വണ്ടിയുടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തു. പക്ഷേ എന്തൊക്കെ റീപ്ലേസ്മെൻറ്റുകൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നമ്മൾ നട്ട് ആൻഡ് ബോൾട്ട് പാർട്ടുകൾ, വണ്ടിയുടെ നട്ട് ആൻഡ് ബോൾട്ട് പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹുഡ്, പിന്നെ ബൂട്ട്, അതായത് ഡിക്കി, ബോണറ്റ്, ഡിക്കി, പിന്നെ ഡോറുകൾ, പിന്നെ ഫ്രണ്ടിലുള്ള സൈഡിൽ വരുന്നത് ഫെൻഡർ. ഇപ്പം വിൻഷീൽഡ് മാറി, ബമ്പർ മാറി, അതിനെ കൊണ്ടൊന്നും വണ്ടീൻ്റെ സേഫ്റ്റീനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പക്ഷേ ഇത്തരം റീപ്ലേസ്മെൻറ്റുകൾ വരുന്ന ടൈമിൽ വണ്ടീൻ്റെ പ്രൈസ് ഡിപ്രിഷിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഫോൺ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. അതാണ്ട് ഇതിപ്പോൾ എൻ്റെ ഐഫോണാണ്. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി അറൗണ്ട് 60% 70% ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില കൊടുത്ത് നിങ്ങൾ എടുക്കുമോ? ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീന് മാറി, നിങ്ങൾ മാർക്കറ്റ് വില കൊടുത്ത് എടുക്കുമോ? കമ്പനിയിൽ നിന്ന് മാറിയപ്പോൾ നിങ്ങൾ എടുക്കാൻ വില്ലിങ് ആവില്ല. കാരണം നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് പറയുന്നുണ്ട് അത് മാറിയ സാധനമാണ്, അത് അതിന് ആ വില കൊടുക്കുന്നത് തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതേ സംഭവം തന്നെ, ഇതേ തിയറി തന്നെ കാറിൻ്റെ കാര്യത്തിലും. കാറും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ റീപ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് ഡിപ്രിസിയേഷൻ ഉണ്ടാവും എന്നുള്ളത് ലോജിക്കലി ആരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.